ഡോജോക്സ് കോളേജ് ഓഫ് സെയിൽസ് എന്തുകൊണ്ട് ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിൽ? ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കമ്പനിയിൽ അവരുടെ ഒരു ആ ഫൗണ്ടർ അല്ലെങ്കിൽ ആ ബിസിനസ്മാൻ കഴിഞ്ഞാൽ അടുത്ത റിസ്ക് എടുക്കുന്ന ടീം മെമ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സെയിൽസ്. ആ ഒരു ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ട്രെയിൻ ചെയ്യാനുള്ള എക്കോസിസ്റ്റം ഇന്ന് നമ്മുടെ നാട്ടിലില്ല. ഇനി അതല്ലെങ്കിൽ അവരെ ഒരു സ്ട്രക്ചേർഡായിട്ട് എംപവർ ചെയ്യുന്ന ഒരു മെക്കാനിസത്തിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇന്ന് നമ്മുടെ നാട്ടിലില്ല. ആരും ടച്ച് ചെയ്യാത്ത, അതേസമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ ആരും അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നതായിട്ട് ഒരുപാട് കാലമായിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് റിഷാദ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരേണ്ടായിരുന്നൊരു കാരണം? ഏർലി ഏജിൽ തന്നെ ഓൺടർപ്രണർഷിപ്പ് കോവിഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞാനിപ്പോഴും അച്ചീവ്മെൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ആയിരിക്കും അതിൽ സെയിൽസിലും മാർക്കറ്റിങ്ങിലും എല്ലാ വർക്ക്സും നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഒരു എക്സ്പെർട്ടൈസ് കണ്ടെത്തിയിട്ടുള്ളത് സെയിൽസിലായിരുന്നു. അന്ന് മുതലേ നമുക്കുണ്ടാകുന്നൊരു വലിയൊരു ചലഞ്ച് മാർക്കറ്റിൽ നല്ല റിയൽ ടൈമിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സെയിൽസ് ടീം മെമ്പേഴ്സിനെ, സെയിൽസ് ലീഡേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിൽ ഭയങ്കര പ്രയാസം നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്കില്ല് എന്ന് പറയുന്നത് സെയിൽസാണ്. എൻ്റെ കോൺസെപ്റ്റിനെ എൻ്റെ ഫസ്റ്റ് ടീമിനോ, എൻ്റെ ഫസ്റ്റ് കസ്റ്റമറിനോ, എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്ററിനോ എനിക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റണം. എല്ലാവർക്കും വേണ്ട ഒരു സ്കില്ല്. പക്ഷേ അതിനെ വേണ്ട രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഇവിടെ ഇല്ലാത്തത്. ലാസ്റ്റ് ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ ചില കമൻസ് ഒക്കെ കണ്ടു, നീഡ് ഓഫ് ദ ഹവർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതിൽ ഓൾറെഡി സെയിൽസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കരിയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരുന്നുണ്ട്. സെയിൽസ് ടീമിനെ മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കരിയറായിട്ട് കാണുന്നത് ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു കരിയറാണ്. എന്നോട് ലാസ്റ്റ് ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ലൈഫ് ഈസ് എ സെക്സി കരിയർ എന്നുള്ളൊരു വാക്ക് ഒരാൾ പറഞ്ഞു. ഇത്തരം അട്രാക്ഷൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഡോപ്പമൈൻ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള അഡ്രിനാലിൻ കിക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു സാധനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇല്ലാന്ന് പറയും. കാരണം കാണുന്ന പല SME കമ്പനികളിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഫൗണ്ടേഴ്സിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അടുത്ത സെയിൽസിലുള്ള ആളുകൾ എന്താക്കുന്നുണ്ടാവും. നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷ്വലൈസ് ഇത് പറയണം, വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് ആ മൂവിയിൽ ഉണ്ടായിരുന്നൊരു ഫ്ലോർ, അതാണ് നമ്മൾ കൊണ്ടുവരുന്നൊരു ഫ്ലോർ എന്നുള്ളത്. ഡോജോക്സ് കോളേജ് ഓഫ് സെയിൽസ് ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം. നമ്മളിതുവരെ ഇന്ന് വരെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനാരിയോയിലോ നമുക്ക് ഇതുപോലത്തെ ഒരു ഡെഡിക്കേറ്റഡ് കോളേജ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. സെയിൽസ് മാത്രം പഠിപ്പിക്കുന്ന, സെയിൽസ് ആസ്പിറൻസിന് മാത്രം വരാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു എക്കോസിസ്റ്റം. എന്തുകൊണ്ട് ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിൽ? ആൻഡ് വൈ ബിഹൈൻഡ് ദിസ് പ്രോഗ്രാം? തീർച്ചയായിട്ടും സെയിൽസ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ഏറ്റവും കോറായിട്ടുള്ളൊരു പാർട്ടാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കമ്പനിയിൽ അവരുടെ ഒരു ആ ഫൗണ്ടർ അല്ലെങ്കിൽ ആ ബിസിനസ്മാൻ കഴിഞ്ഞാൽ അടുത്ത റിസ്ക് എടുക്കുന്ന ടീം മെമ്പർ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്ന് പറയുന്നത് സെയിൽസിൻ്റെ ആളായിരിക്കും. ആ ഒരു ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ട്രെയിൻ ചെയ്യാനുള്ള ഒരു എക്കോസിസ്റ്റം ഇന്ന് നമ്മുടെ നാട്ടിലില്ല. ഇനി അതല്ലെങ്കിൽ അവരെ ഒരു സ്ട്രക്ചേർഡായിട്ട് എംപവർ ചെയ്യുന്ന ഒരു മെക്കാനിസത്തിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇന്ന് നമ്മുടെ നാട്ടിലില്ല. അപ്പം ഇതൊരു ആരും ടച്ച് ചെയ്യാത്ത, അതേസമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് എന്നുള്ളത് നമുക്ക് ഇത് കോമൺലി ആർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഇതിനെ ആരും അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നതായിട്ട് ഒരുപാട് കാലമായിട്ട് കാണുന്നുണ്ട്. അപ്പം ഒരുപാട് കാലമായിട്ട് ഇത് അഡ്രസ്സ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ മറ്റു പല എൻഗേജ്മെൻറ്റുകളും കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നെക്സ്റ്റ് ഒരു സമയം അലോക്കേറ്റ് ചെയ്യാൻ ഉള്ളതായിട്ട് നമുക്ക് ലൈഫിൽ വന്നപ്പം ആദ്യം ഓർമ്മ വരുന്നത് ഇത് തന്നെയായിരുന്നു, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞാൻ ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് റിഷാദ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ആൻഡ് യു ഓൾസോ ടോൾഡ് മീ ലൈക്ക് എനിക്ക് നേരത്തെ ഇത്തരത്തിലുള്ളൊരു തോട്ട്സ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് റിഷാദ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഫുൾ എനർജിയിൽ അല്ലെങ്കിൽ ഒരു ഫുൾ ഇൻസ്പയർഡ് ആയിട്ട് ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് വരേണ്ടായിരുന്നൊരു കാരണം? ആദ്യം തന്നെ എൻ്റെ ഒരു ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് CMI US എന്നുള്ളൊരു കോഴ്സിൻ്റെ ഒരു കംപ്ലീഷൻ്റെ സമയത്താണ് ഞാനൊരു ഓൺടർപ്രണർഷിപ്പ് ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഏർലി ഏജിൽ തന്നെ ഓൺടർപ്രണർഷിപ്പ് കോവിഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞാനിപ്പോഴും അച്ചീവ്മെൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്.
ഞാനതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിൽസിലായിരുന്നു. ആക്ച്വലി നമുക്കറിയാം, നമ്മളൊരു ബൂട്ട് സ്ട്രാപ്പ് ചെയ്തൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ആയിരിക്കും അതിൽ സെയിൽസിലും മാർക്കറ്റിങ്ങിലും എല്ലാ എല്ലാ വർക്ക്സും നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഒരു എക്സ്പെർട്ടൈസ് കണ്ടെത്തിയിട്ടുള്ളത് സെയിൽസിലായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഫണ്ടിങ്ങിലേക്ക്, ഹൈ ടിക്കറ്റ് സെയിൽസിലേക്ക് വരികയും അതിനെക്കുറിച്ചൊരു ഡീപ്പായിട്ട് പഠിക്കുകയോ ഒക്കെ എന്നെ ഒരുപാട് സെയിൽസിനെ ഇഷ്ടപ്പെടാനും അതിലൂടെ ഒരുപാട് ഏർണിങ്സ് ജനറേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ക്ലിയറാണ്. അന്ന് മുതലേ നമുക്കുണ്ടാകുന്നൊരു വലിയൊരു ചലഞ്ച് മാർക്കറ്റിൽ, ഇപ്പം ഓൾറെഡി ഒരു ബിസിനസ് ഓൺട്രപ്രണറാണ്. നമുക്കൊക്കെ ഉള്ളൊരു ചലഞ്ച് ഞാൻ മനസ്സിലാക്കുന്നത്, നല്ല റിയൽ ടൈമിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സെയിൽസ് ടീം മെമ്പേഴ്സിനെ, സെയിൽസ് ലീഡേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിൽ ഭയങ്കര പ്രയാസം നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. നമുക്കിപ്പം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സെയിൽസ് ആരെങ്കിലും റെഫറൻസ് ഉണ്ടോ? ഇതെല്ലാ ഓൺട്രപ്രണേഴ്സിനും വലിയൊരു ചലഞ്ചായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈവൻ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇത് കേട്ട അടിസ്ഥാനത്തിൽ തന്നെ വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പം നിലവിൽ ഏതെങ്കിലും ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസോ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സെയിൽസിലെ സ്റ്റാഫ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അക്രോസ് GCC കൺട്രീസിൽ ഒരുപാട് ക്യാമ്പയിൻസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൗദിയിലൊരു പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി ചെയ്യുന്നതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അവിടെ ഒരു കോർ സെയിൽസ് ആക്ടിവിറ്റീസാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രൊജക്റ്റ് ഇനീഷ്യൽ സമയത്ത് നമ്മൾ പ്രൊജക്റ്റിനെ സെല്ല് ചെയ്തു അല്ലെങ്കിൽ ബ്രാൻഡിനെ സെല്ല് ചെയ്തു എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ പറ്റുമായിരുന്നു. അതെല്ലാമാണ് ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എക്കോസിസ്റ്റം നമ്മുടെ സൈഡിൽ, നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതും വലിയൊരു പോരായ്മയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു ഹ്യൂജ് ഡിമാൻഡ്, ഒരു ഹ്യൂജ് ഗ്യാപ്പ് നമ്മളതിൽ കാണാൻ പറ്റിയെന്നുള്ളതാണ്. മാത്രമല്ല, നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത് സെയിൽസിലായതുകൊണ്ടും കൂടിയാണ് ഇതിലേക്ക് ഈ ഒരു പ്രോഗ്രാം അട്രാക്റ്റ് ചെയ്യുന്നതും പിന്നീടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നതും ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ പറഞ്ഞൊരു ഭാഗത്തിൽ പറയുകയാണെങ്കിൽ, ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സെയിൽസ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്കില്ലാണ്. എല്ലാവർക്കും വേണ്ട ഒരു സ്കില്ലാണ്, ഒരു സോഫ്റ്റ് സ്കിൽ പോലെ. അതെ. കാരണം ഇന്നൊരു ഡോക്ടർക്ക് ആളെ സെല്ല് ചെയ്യണമെങ്കിൽ, ഇനി അതല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്കില്ല് എന്ന് പറയുന്നത് സെയിൽസാണ്. കാരണം എനിക്ക് ആദ്യം എൻ്റെ കോൺസെപ്റ്റിനെ എൻ്റെ ഫസ്റ്റ് ടീമിനോ, എൻ്റെ ഫസ്റ്റ് കസ്റ്റമറിനോ, എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്ററിനോ എനിക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റണം. അവിടെ വേണ്ട കപ്പാസിറ്റി സെയിൽസാണ്. ഇനി ഏത് പ്രൊഫഷണലാവട്ടെ, അവന് പേഴ്സണലായിട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവനെ ഉദ്ദേശിക്കുന്ന കരിയറിലെത്താൻ പറ്റുള്ളൂ. ഈ പറയുന്ന നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതെല്ലാം അതിലും ഒരു സെയിൽസിനെയാണ് ഒരു വലിയൊരു ഭാഗവും എന്താക്കുന്നത്, പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ളൊരു എല്ലാവർക്കും വേണ്ട ഒരു സ്കില്ല്, പക്ഷേ അതിനെ വേണ്ട രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം എവിടെ ഇല്ലാത്തത്. അപ്പം അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അത് ചെയ്യേണ്ടതായിട്ടുള്ളൊരു വലിയ കാര്യമാണ്. എല്ലാവരുടെയും നീഡ് ഓഫ് ദ അവറാണ്. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ ചില കമൻസൊക്കെ കണ്ടു, നീഡ് ഓഫ് ദ അവർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഡെഫിനറ്റ്ലി ഇത് എത്രയോ മുന്നേ, ഈവൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 4 വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ സ്ട്രക്ചർ ചെയ്യുകയും അതിനെ മാർക്കറ്റിലേക്ക് ചെറിയ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴും മറ്റുള്ള എൻഗേജ്മെൻറ്റ് കാരണം ഫുള്ളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണമായിരുന്നു ശരിക്കും അത് പിന്നീട് പോസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അന്നുള്ള നീഡ് ഇപ്പോഴും അത് മറ്റാരും സോൾവ് ചെയ്യാതെ കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പം അത് ഈ സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി ഇനിയും അതിനെ മുന്നോട്ട് ഈ രീതിയിൽ പോകുക എന്നുള്ളത് വലിയ മാറ്റങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരേണ്ടതിനെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്ലോ ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് തീർച്ചയായിട്ടും ഇതിനെ കാണുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഡെഫിനറ്റ്ലി ഇതൊരു എക്കോസിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതായത് സെയിൽസിൽ പല ആംഗിളിനും ഇതിനെ, അതായത് സെയിൽസ് എന്നുള്ള ഒരു വിഷയത്തിൻ്റെ മൊത്തം എക്കോസിസ്റ്റത്തിനെ എംപവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ നമ്മൾ ഡോജോ എക്സിലൂടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ ഓൾറെഡി സെയിൽസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കരിയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് ടീമിനെ മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു എക്കോസിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഈ ഒരു ലൈഫ് സ്കില്ലായിട്ടുള്ള സെയിൽസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം, അതിന് വേണ്ട സൊല്യൂഷൻ കൊണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ സെയിൽസിലേക്ക്
ജോലി നോക്കുന്ന അല്ലെങ്കിൽ സെയിൽസ് ഒരു കരിയറായിട്ട് കാണുന്ന ഏറ്റവും സെക്സിസ്റ്റ് ആയിട്ടുള്ളൊരു കരിയറാണ്. എന്നോട് ലാസ്റ്റ് ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ലൈഫ് ഈസ് എ സെക്സി കരിയർ എന്നുള്ളൊരു വാക്ക് ഒരാൾ പറഞ്ഞു. അപ്പോൾ ഭയങ്കര സെക്സി കരിയർ അപ്പം ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് അത് സെക്സി എന്ന് പറയുന്നത് ആൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് കണ്ണിന് കുളിർമ കിട്ടുന്ന ആ തരത്തിലുള്ളൊരു സാധനം എന്നുള്ളതാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യെസ്, നമുക്ക് മറ്റൊരു ആംഗിളിൽ മറ്റൊരു എന്താ പറയുക ജോലി HR ആവട്ടെ മറ്റേത് ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം അട്രാക്ഷൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഡോപ്പമൈൻ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള അഡ്രിനാലിൻ കിക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു സാധനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇല്ലയെന്ന് പറയും. കാരണം അവന് ക്ലോസ് ചെയ്യുന്ന എല്ലാ ദിവസവും അവൻ്റെ എന്താണ് പിന്നെ ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു ദിവസങ്ങളാണ്. അതിന് എക്സ്ട്രാ ഏണിങ് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പൊതുവേ ഞാൻ കാണുന്ന പല SME കമ്പനികളിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റും, ഈവൻ ഫൗണ്ടേഴ്സിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അവിടുത്തെ സെയിൽസിലുള്ള ആളുകൾ എന്താക്കുന്നുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട്. അപ്പം അത്രയും ഏൺ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ ആളുടെ എഫേർട്ടിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസം ഉള്ള ഒരു ഏരിയയാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോഴും ഇതിനെ സെയിൽസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം അവെയർനെസ് അല്ലെങ്കിൽ ഇതൊരു മിസ്ഗൈഡഡ് ആയിട്ട് ഒരു മിസ്ഇൻ്റർപ്രിട്ടേഷൻ ഇതിനെക്കുറിച്ച് ഓൾറെഡി മാർക്കറ്റിൽ വലിയ രീതിയിലുണ്ട്. അതായത് വരുന്നതിലേക്ക് പിന്നെ മറ്റെവിടേക്കും കിട്ടാത്ത ആളുകൾക്ക് തിരഞ്ഞെടുക്കാവുന്നൊരു മേഖലയാണ് സെയിൽസ് എന്നുള്ളത്. ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രഷർ, കാരണം ഒരു അണ്ടർ പ്രഷറിൽ വർക്ക് ചെയ്യുക, ടാർഗറ്റ് ഓഫ് കോഴ്സ് സെയിൽസ് ടീമിന് എപ്പോഴും ടാർഗറ്റ് ഉണ്ടാവും, അതിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ മേ ബി ലോ സ്കെയിൽ പേയ്മെന്റ് ആയിരിക്കും ബേസിക് പേ ഉണ്ടാവുക, കമ്മീഷനിലായിരിക്കും കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു അൺസർട്ടനിറ്റി നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പം നേരത്തെ MM പറഞ്ഞതുപോലെ ഒരു ബിസിനസ്സുകാരൻ എടുക്കുന്ന റിസ്ക് ഒരു ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ്സിൽ എടുക്കുന്നത് അവിടുത്തെ അതിൻ്റെ ഓണർ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത്. ഓണർ കഴിഞ്ഞാൽ അടുത്ത റിസ്ക് എടുക്കുന്ന ഒരാൾ നമ്മളെപ്പോഴും കാണാറുള്ളത് അത് സെയിൽസ് ടീം മെമ്പേഴ്സ് ആയിരിക്കും. സെയിൽസിലുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത്. ഇത് തന്നെ ആയിരിക്കണം MM പറയാനുള്ളൊരു കാരണം. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ ഒരു പ്രൊഫഷനെ ഡിഗ്രേഡ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് നമ്മുടെ സൊസൈറ്റിയിൽ എന്തുകൊണ്ട് അതിനെ ഒരു രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. അതെ, ഒരു ലാസ്റ്റ് ഓപ്ഷൻ പോലെ. അപ്പോൾ അതിൽ പിന്നെ ഒന്നുകൂടെ ആ കാരണങ്ങൾ ഒന്നുകൂടെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായി. ഒന്നിപ്പോൾ പറഞ്ഞത് ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് മാർക്കറ്റിലുള്ള അവയർനെസ്സിൻ്റെ പ്രശ്നമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം അത് ഏത് രീതിയിലുള്ള ഒരു പിന്നെ പെർസെപ്ഷനാണ് ഇപ്പം ആളുകളിൽ അതിലുള്ളത് എന്നുള്ളത് ഒന്നുകൂടെ പറയാൻ. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് സെയിൽസ് എന്ന് പറയുമ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ആൾക്കാർക്ക് ഒരു അണ്ടർ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന രൂപത്തിലാണ്. ഇന്ന് ഒരു ഡെയിലി അച്ചീവ്മെന്റ്സ് ഉണ്ടാവും, മേ ബി ഡെയിലി കോൾ ഔട്ട്സ് ആയിരിക്കും, ഡെയിലി ഇത്ര മീറ്റിംഗ്സ് ആയിരിക്കും. അത് നടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫൈനൽ എൻഡ് ഓഫ് ദ മന്ത് അവരുടെ KPI സ്കോർ, ഓഫ് കോഴ്സ് അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് തീർച്ചയായിട്ടും ക്ലോസിങ്ങിനായിരിക്കും. അവർ ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി 1 or 2 months ഉള്ളിൽ അല്ലെങ്കിൽ 3 months ഉള്ളിൽ മേ ബി ജോബ് വരെ റീപ്ലേസ് അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരെ വരുന്ന രീതിയിലുള്ളൊരു ജോബ് റോളാണ്. വളരെ ക്ലിയർ ആയിട്ട് KPIs മേ ബി സെയിൽസ് ടീമിനെ വെച്ചിട്ട് അനലൈസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം ആൾക്കാർക്ക് അതൊരു അണ്ടർ പ്രഷറായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഇല്ലാത്തത് കാരണം. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മേജർ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ രീതിയിൽ, അതായത് നേരത്തെ മുതലേ കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കാര്യങ്ങൾ ഇതിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് മെക്കാനിസം ഇതിനില്ല എന്നുള്ളത്. അപ്പം അത്തരത്തിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് എത്തുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ ആ രീതിയിലെത്തി പാഷനോട് കൂടി അല്ലാതെ ഇതിൽ വർക്ക് ചെയ്യും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പ്രഷറായിട്ട് ഫീൽ ചെയ്യും. അതേസമയം പാഷനിൽ വരുന്ന ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട്, ഒരിക്കലും സെയിൽസ് വിടില്ല അല്ലെങ്കിൽ സെയിൽസ് അവരുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് അത് ആ ഒരു കരിയർ അല്ലാതെ മറ്റൊന്നും അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പം അതല്ലാത്ത വലിയൊരു ശതമാനം അവർ മാർക്കറ്റിലേക്ക് കൊടുത്ത ഒരു എന്താ പറയുക
അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളൊരു അവയർനെസ് ആണ് മാർക്കറ്റിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നെഗറ്റീവ്ലി ഇപ്പം ഇതിനെ ഈ രീതിയിൽ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഇത് മാറ്റിയെടുക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിട്ടാണ് നമ്മൾ രണ്ടുപേരും കാണുന്നതും. അതുകൊണ്ടാണ് ഇതിലേക്ക് ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഇതിനെ സ്ട്രക്ചേർഡായിട്ട് ഇതിൽ ഈ മൊത്തം മെക്കാനിസത്തിനെ എംപവർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഇനിഷ്യേറ്റീവിലേക്ക് ഇറങ്ങുന്നതും. നമ്മൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടും ഒരുപാട് നെഗറ്റീവായിട്ടും പല ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ചില നെഗറ്റീവ്സ് നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തു. ഈ ഒരു അവയർനെസ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫഷനാണ് സെയിൽസ് എന്നുള്ളതും. അട്രാക്റ്റീവ് ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു പല രീതിയിലുള്ള മറുപടികളുണ്ട്. കാരണം വൈ ഇറ്റ്സ് നോട്ട് അട്രാക്റ്റീവ്, കാരണം എന്തുകൊണ്ട് നമുക്ക് അട്രാക്റ്റീവ് അല്ല എന്ന് പറയുന്നു. ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് മാർക്കറ്റിലേക്ക് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്, എന്താണ് നമ്മുടെ കോഴ്സ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എമ്മിന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ്. നമ്മൾ എനിക്ക് തോന്നുന്നത് മേജർലി നമുക്ക് ആസ്പയറിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ആദ്യം അതിനെക്കുറിച്ച് സംസാരിക്കാം, മറ്റ് ഏരിയാസ് നമുക്ക് പിന്നീട് പോകാം. അപ്പം അതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് +2 പാസ് ഓർ ഫെയിൽ എന്നുള്ളതല്ല, +2 കഴിഞ്ഞിട്ടുള്ള ഏത് കുട്ടികൾക്കും, അത് കഴിഞ്ഞ 17 വയസ്സ് മുതൽ 35 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആർക്കാണെങ്കിലും സെയിൽസ് എന്നുള്ള ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെയിൽസ് എന്നുള്ള ഒരു മേഖലയിലേക്ക് അവർക്ക് ജോലി അല്ലെങ്കിൽ ആ ഒരു കരിയർ പാത്ത് നോക്കണം എന്നുള്ള ആളുകൾക്ക് പറ്റുന്ന രീതിയിലുള്ള, അതായത് പുതുതായിട്ട് സെയിൽസിനെ പഠിച്ച് അതിലേക്ക് വരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അത് തീർച്ചയായിട്ടും 6 മന്താണ് കോറായിട്ടുള്ള സ്റ്റഡി നടക്കുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പം ഡെഫിനറ്റ്ലി ഇവർ അഗ്രസീവായിരിക്കണം, ഇവർ സെൽഫ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അത്തരത്തിലുള്ള ആളുകളാണ് ശരിക്കും സെയിൽസിൽ വേണ്ടത്. നമ്മളൊരാളോട് ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറയുന്ന ആളുകൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ കുറേ കൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള ആളുകളെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുടെ കരിക്കുലം ഉള്ളത് എന്നാണ് ആദ്യത്തെ അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം അവർക്ക് തന്നെ ഒരു ഗൈഡൻസ് മാത്രം കൊടുത്താൽ പിന്നെ അവർ സെൽഫ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് അവർ ചലഞ്ച് ബേസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്ന രീതിയിലാണ് നമ്മുടെ ഫുൾ പ്രോഗ്രാമിനെ നമ്മളിപ്പം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ 4 ആംഗിൾസിലൂടെയാണ് ഇവർ പഠിക്കുന്നുണ്ടാവുക. ഒന്ന് തീർച്ചയായിട്ടും സെയിൽസിൻ്റെ മാസ്റ്ററി, അതായത് സെയിൽസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കുന്നുണ്ടാവും. മറ്റൊന്നെന്ന് പറയുന്നത് സെയിൽസ് അറിയാവേണ്ട അല്ലെങ്കിൽ സെയിൽസ് നാളെ ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു മൊത്തം എക്കോസിസ്റ്റത്തെക്കുറിച്ച്, ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് അവയർനെസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എങ്ങനെ നടക്കും എന്നുള്ളതും ഈവൻ സെൽഫായിട്ട് അതിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് അത് ചെയ്യാനും പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. മൂന്നാമത്തത്, ഇന്ന് ഒരുപാട് AI ടൂൾസും ടെക്നോളജി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഏരിയയിൽ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേഷനും അറിയാവുന്ന ഒരാളായിരിക്കണം. അപ്പം ഈ ഒരു കംപ്ലീറ്റ് കോംബോ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് സെയിൽസ് പേഴ്സൺ എന്ന് വിളിക്കാം. നമ്മൾ ഈ പ്രോഗ്രാമിനെ ഉദ്ദേശിച്ചൊരു പേരും അതായിരുന്നു, ഒരു ഫുൾ സ്റ്റാക്ക് സെയിൽസ് അറിയാവുന്ന ഒരാൾ. അപ്പം ആ രീതിയിലുള്ള ഒരു പ്രോഗ്രാം. ഇതിൻ്റെ അഡീഷണലായിട്ട് ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും, അതായത് ഇംഗ്ലീഷിൽ ആവശ്യം വന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, അത് മറ്റൊരു ഭാഗമാണല്ലോ. ആ കമ്മ്യൂണിക്കേഷൻ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. സെയിൽസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആൾ ചെയ്യാനുണ്ടാവുക. അപ്പം അത് വളരെ സ്ട്രക്ചേർഡായിട്ടും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു രീതി പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു ആംഗിളിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് ഫൈനലി ആൾക്ക് പോകേണ്ടത് ഒരു കരിയറായിട്ടാണ് ഇതിനെ കാണുന്നത്. ജോലി ക്രാക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ആ ജോലിയിലേക്ക് പോകുന്ന സമയത്ത് നാളെ കമ്പനിയിൽ ആൾ അവിടുത്തെ എറ്റിക്വറ്റ്സും ഈ പറയുന്ന ഒരു സിസ്റ്റവും കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരു ബേസിക് പ്രിപ്പറേഷനും നടന്നിട്ടുണ്ടായിരിക്കണം. ഈ 4 ആംഗിൾസിലൂടെ ആയിരിക്കും ഒരു കുട്ടി പഠിക്കുന്നുണ്ടാവുക. അതോ ക്ലാസ്സിൽ ടീച്ചർ വന്ന് പഠിപ്പിക്കുന്ന മെക്കാനിസമേ അല്ല, റെയറായിട്ട് എക്സ്പേർട്സുകൾ ഇൻട്രാക്ഷൻസ് ഉണ്ടാവാം. അതേസമയം അവരെ കൃത്യമായിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പിലൂടെ അവരെ എംപവർ ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ
അതും ഓരോ ചാലഞ്ചസ് അവർ കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ഒരു മോഡലിലാണ് നമ്മൾ ഇതിനെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾസിലൂടെ പഠിക്കുന്നുണ്ട്, വീഡിയോസിലൂടെയും ആർട്ടിക്കിൾസിലൂടെയും കേസ് സ്റ്റഡീസ് റെഫർ ചെയ്തിട്ടും പഠിക്കുന്നുണ്ടാവും. പക്ഷേ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളതിനെ കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും തുടക്കം ആൾ തന്നെ കമ്പനീസിനെ അപ്രോച്ച് ചെയ്യുന്നു, അവർ ഇൻഡസ്ട്രിയെ പിന്നെ ഫൈനലൈസ് ചെയ്യുന്നു, ഇൻഡസ്ട്രിയിൽ പോയിട്ട് അതിൻ്റെ പിന്നെ ഡീൽസ് നെഗോഷിയേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ആ ഡീൽ വെച്ചിട്ട് ആൾ അതിൽ ഡീപ്പായിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്യുന്നു. ആ മാർക്കറ്റിങ്ങിലൂടെ വരുന്ന ലീഡ്സിനെ അപ്രോച്ച് ചെയ്ത് ആൾ തന്നെ ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഫുൾ സ്ട്രെച്ച്, ഒരു ഫുൾ സൈക്കിൾ ഓഫ് എന്താ പറയുക ഒരു സെയിൽസിനെ ആൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതും 2 തവണയായിട്ട് ഒരു റിയൽ ടൈം എക്സ്പോഷർ. അപ്പം റിയൽ നമ്പർ ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചാലഞ്ചസ് എന്ന് പറയുന്നത്. ഒരു ട്രഡീഷണൽ വേ ഓഫ് സ്റ്റഡി നമുക്കറിയാം, ഒരു ലെക്ചറർ ലെഡ് ഒരു സ്പൂൺ ഫീഡിങ് ആണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു ലെക്ചറർ വരുന്നു, സബ്ജക്ട്സുകൾ എടുക്കുന്നു, അവർ കരിക്കുലം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ഒരു എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും എന്ത് ചെയ്യുന്നില്ല. നമുക്ക് കുറേ വർഷങ്ങളായിട്ട് കാണാൻ പറ്റിയിട്ടുള്ളൊരു വേ ഓഫ് എഡ്യൂക്കേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലാണ്. എക്സാക്ട്ലി. പക്ഷേ ഇവിടെ ചലഞ്ച് ബേസ്ഡ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം നമ്മൾ അതിൽ തന്നെ ഡീപ്പായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത്. കാരണം റിയൽ ടൈം എക്സ്പോഷർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിലൊരു കോർ എക്സാമ്പിൾ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ റിയലായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ക്ലോഷർ ചെയ്യുന്നുണ്ടാവും. അവർ റിയലായിട്ട് ഏർണിങ്സ് ഈ പ്രോഗ്രാമിലൂടെ തന്നെ ഉണ്ടാക്കുന്ന രൂപത്തിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ. എൻഡ് ഓഫ് ദ ഡേ അവർക്ക് കോർപ്പറേറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് അവരുടെ പോർട്ട്ഫോളിയോ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഇന്ന് നമ്മൾ CV കാണിച്ചിട്ടാണ് പല ഇൻ്റർവ്യൂക്ക് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിസൾട്ട് കാണിച്ചിട്ട് എന്തുകൊണ്ട് ജോബിലേക്ക് അപ്ലൈ ചെയ്തുകൂടാം എന്നുള്ളതാണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പണ്ട് മുതലേ ഉള്ള എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റാണ് ഒരു CV മെയിൽ ചെയ്യാം അല്ലെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത്. പക്ഷേ CVയുടെ കൂടെ എന്തുകൊണ്ട് ഒരു സ്കോർ കാർഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈവൻ ഡോജോക്സ് എന്ന് വരുന്ന രൂപത്തിൽ തന്നെ അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ വരുന്ന രൂപത്തിൽ തന്നെ അവർക്ക് എന്തുകൊണ്ട് അപ്രോച്ച് ചെയ്തുകൂടാ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എഡ്യൂക്കേഷൻ രംഗത്തെ കുറിച്ച് പറഞ്ഞു നമുക്കറിയാം. നമ്മൾ ഈവൻ പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖല മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു മേജർ പർപ്പസായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും കോറായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ക്രാക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസാണ് നമ്മൾ എന്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഈ ഒരു 6 month ഇങ്ങനെ വരുന്നു എന്നുള്ളതും ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതും നമ്മളിപ്പോൾ പറഞ്ഞു പോകും. അതിൽ ഇതിൻ്റെ ഒരു അവസാനം പറയാന്നുണ്ടെങ്കിൽ ഈ 6 മാസം കഴിയുന്ന കുട്ടി ഒരു ജോലി അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് പോലെയുള്ള ഒരു രീതിയിൽ ആളുടെ കരിയറിനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നീട് എൻഡ് ഓഫ് ദാറ്റ് 6 month ഒരു 6 മാസം കൂടെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ ആ ഒരു ജോലിയിൽ തന്നെ കംഫർട്ടായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതല്ലാത്ത ആളുകൾക്ക്, അതായത് ഇൻ കേസ് അതിൽ മറ്റൊരു മാറ്റം വേണം എന്നുള്ള ആളുകൾക്ക് ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് കമ്പനി നമ്മുടെ പ്ലേസ്മെൻറ്റ്സിൽ നിന്നുള്ള അസിസ്റ്റൻസോട് കൂടിയിട്ട് ആൾക്ക് ഡെഫിനറ്റ്ലി മറ്റൊരു ജോബ് കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഓവറോൾ പ്രോഗ്രാമിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം ഇത് കൊണ്ടുവരുന്ന ഒരു മാറ്റം നമുക്കറിയാം. ഈ എഡ്യൂക്കേഷൻ സെക്ടറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയാണ്, ഇന്ന് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഓൺട്രപ്രണർഷിപ്പ്, ആ ഒരു മേഖല. അതിലായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ അന്ന് മുതലേ ഉള്ള അടുത്തൊരു ആവശ്യം, മാർക്കറ്റിൻ്റെ അത്യാവശ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ സെയിൽസ് എന്നുള്ളത്. അപ്പം അതിനെ നേരത്തെ പറയുന്ന എക്കോണമിയെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഓൺട്രപ്രണർഷിപ്പ് വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് മുന്നുണ്ടായിരുന്ന ഒരു വേർഡും കൂടിയാണ് ഓൺട്രപ്രണേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. എക്സാക്ട്ലി. അത് ആ ക്യാമ്പയിനുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിലേക്ക് ഇപ്പം നന്നായിട്ട് ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ലൈഫിൽ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ ഒരുപാട്. തീർച്ചയായിട്ടും അതൊരു ഫാൻസി ആയിട്ട് മാറി. ഐ മീൻ ഇന്നത്തെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഓൺട്രപ്രണേഴ്സ് ആണ്. അപ്പം ഇന്ന് ഏറ്റവും നല്ല കമ്പനി നടക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഇന്ന് എലൻ മസ്ക് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ട് നമുക്കൊക്കെ പറയാൻ പറ്റുന്ന ആളാണ്. ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന പല കുനാൽ ഷാ പോലുള്ള വലിയ കമ്പനീസിനെ സക്സസ് ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് ഇന്നത്തെ സൂപ്പർ സ്റ്റാർസ്. അത് വലിയ രീതിയിൽ സമൂഹം ഏറ്റെടുത്തു. എക്കണോമിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താവുന്ന രീതിയിലുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഇന്ന് മാർക്കറ്റിൽ വന്നു. വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. അടുത്ത ഒരു ഏറ്റവും വലിയ മാർക്കറ്റിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്
സെയിൽസ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ആവശ്യത്തെ മാർക്കറ്റിന് വേണ്ട രീതിയിൽ സോൾവ് ചെയ്യുക എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്നുള്ളതും തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇപ്പം നമ്മുടെ ഒട്ടുമിക്ക എല്ലാ കമ്പനീസിൻ്റെയും ഓണേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഓണേഴ്സിനെ അല്ലെങ്കിൽ കൂടുതൽ ഫൗണ്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് എല്ലാം ഒരു സെയിൽസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ എല്ലാം ജനറലൈസ് ചെയ്യാന്നല്ല, പക്ഷേ ഒരു വലിയൊരു ശതമാനം ആൾക്കാരും അവരെ എങ്ങനെ വന്നാലും അവരവരുടെ ഒരു ബ്രാൻഡിനെ വിറ്റിട്ടുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ നേരത്തെ എം സൂചിപ്പിച്ചതുപോലെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, പർച്ചേസ് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും, ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് കാണാൻ പറ്റുന്നത് അവർ അറിയാതെ തന്നെ അവരൊരു സെയിൽസ് ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഫൗണ്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ സെയിൽസിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അവരൊരു ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു VC-യിലേക്ക് പോവുകയാണെങ്കിലും തീർച്ചയായിട്ടും അവിടെ പോയിട്ട് പിച്ച് ചെയ്യണം. സെക്കൻഡ്, ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്ത് സെല്ല് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും മാർക്കറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ ഒരു സെയിൽസ് മൈൻഡ് സെറ്റ് നിർബന്ധമാണ്. തീർച്ചയായിട്ടും. അപ്പം ഇത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് സെയിൽസ് എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പം അത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഡോജോ എക്സ് കോളേജ് ഓഫ് സെയിൽസിലൂടെ മാർക്കറ്റിലേക്ക് അതിൻ്റെ അവയർനെസ് ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് സെയിൽസ് പീപ്പിൾസിനെ സെലിബ്രേറ്റ് ചെയ്യാൻ ഭാവിയിലേക്ക് പറ്റണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു വലിയൊരു മിഷനായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം കൂടി. ആ ഒരു കേസിൽ ഞാൻ ഈ പറയുന്ന സെയിൽസിൻ്റെ ഒരു ബേസിക് റൂട്ട് ഞാൻ ഇവിടെ ഒന്ന് സംസാരിക്കാൻ തോന്നുന്നു. അതായത് നമുക്കറിയാം മനുഷ്യന്മാരുടെ ഈ സെയിൽസ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യനൊരു ഡിസിഷൻ എടുക്കുന്നത് അവരുടെ ലിംബിക് ബ്രെയിനാണ് മനുഷ്യനെ ഡിസിഷൻ എടുപ്പിക്കുന്നത്. ഈ ലിംബിക് ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്ന ഒരിക്കലും ഫാക്റ്റോ, ഫിഗേഴ്സോ, നമ്പേഴ്സോ അല്ല, ലോജിക്കോ അല്ല അവിടെ വർക്കാവുന്നത്. ഇമോഷൻസ് ആണ്, ട്രസ്റ്റാണ്, ക്രെഡിബിലിറ്റിയാണ്, ലോയൽറ്റിയാണ്. ഇതാണ് ലിംബിക് ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ബേസിലാണ് 85% ഡിസിഷൻസ് നടക്കുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ ഇതിൽ അവയർനെസ് ഇല്ലാത്ത ആളുകൾ, നല്ല ഐഡിയാസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു കാര്യത്തിലുള്ള അവയർനെസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള സ്കില്ലില്ലാത്തത് കൊണ്ട് ഈവൻ വലിയ മാറ്റങ്ങളെ നമുക്ക് ഇന്ന് നാട്ടിൽ സംഭവിക്കാതെ പോയതായിട്ട് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളതും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും മനുഷ്യൻ്റെ ഈ ഒരു ലിംബിക് ബ്രെയിൻ ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സിനെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ അതാണെന്ന് മനസ്സിലാക്കുകയും ആ അവയർനെസ്സോട് കൂടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട നമ്മളൊരിക്കലും എത്തിക്സ് പാർട്ട് ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്തിക്കലായിട്ടുള്ളൊരു കാര്യത്തെ നമുക്ക് മാർക്കറ്റിൽ മാറ്റം കൊണ്ടുവരാൻ ആവശ്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് അറിയാതെ പോകുന്ന ആൾക്ക് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സ്കില്ല് ഒന്ന് എല്ലാവരിലും ഉണ്ടാവുക എന്നുള്ളതും അതുപോലെ തന്നെ ഈ സ്കില്ല് നേടുന്ന അല്ലെങ്കിൽ ഇതൊരു കരിയറായിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായിട്ട് ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ഏരിയ ആണെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് ബോധ്യം ഉണ്ടാവുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവയർനെസ് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതും ഒക്കെ വലിയൊരു ജോലിയായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഈ ഒരു അവയർനെസ് മാർക്കറ്റിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സെയിൽസ് പേഴ്സൺ എപ്പോഴും ഒരു എക്സ്ട്രോവേർട്ടാണോ ഇൻട്രോവേർട്ടാണോ? ഡെഫിനറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. നമുക്ക് ഇപ്പം അടുത്ത് നമ്മൾ ഇതിൽ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോഴും നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ. അത് ശരിക്കും ചോദിച്ച് വളരെ നന്നായി. നമ്മൾ ഓഡിയൻസിനോട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കരുതുക എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആളുകൾ, അതായത് ഒരുപാട് സംസാരിക്കുന്ന ആളുകൾ. പക്ഷേ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇന്നത്തെ റിസർച്ചിലൂടെ നമ്മളുടെ പേഴ്സണൽ നമ്മളിന്ന് കണ്ടിട്ടുള്ള ഒരുപാട് സെയിൽസ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ മെമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റോറി ജേണി നോക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ളത് ഒരിക്കലും എക്സ്ട്രോവേർട്സ് അല്ല. എക്സ്ട്രോവേർട്സ് ഡെഫിനറ്റ്ലി അവർക്ക് സെല് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻട്രോവേർട്സ് ആണ് കൂടുതൽ പെർഫോം ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതായത് എൻ്റെ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരാൾ ഞാൻ പറഞ്ഞു സെയിൽസ് കരിയറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. എന്നെ പറഞ്ഞു ഞാനൊരു ഇൻട്രോവേർട്ട് അല്ലേ. അപ്പോൾ ഞാൻ അവിടെയും ഡിസ്കസ് ചെയ്യേണ്ടി വന്നു. ഇൻട്രോവേർട്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഡാറ്റാ ബേസ് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും നമ്മൾ കണ്ട സംസാരിച്ച ഫൗണ്ടേഴ്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെയിൽസിന് ടീമിനെ ലീഡ് ചെയ്തിട്ടുള്ള ആൾക്കാരോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും ഇൻട്രോവേർട്സ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ
രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലായിട്ടുള്ളത്. ഒന്ന്, നമ്മൾ ആർക്കാണോ സെല്ല് ചെയ്യുന്നത് ആ പ്രോസ്പെക്റ്റിന് ഒരിക്കലും സെല്ല് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല ഇൻട്രോവേർട്സ് പറയുന്ന സമയത്ത്. അതായത് ഭയങ്കര അഗ്രസീവായിട്ട് ഇത് എൻ്റെ സാധനമാണ്, ഈ സാധനം ഇങ്ങനെയാണെന്ന് പറയുന്നതിന് പകരം ഇൻട്രോവേർട്സ് വളരെ കാമായിട്ടൊക്കെ ഒറ്റായിട്ട് ഈ സാധനം ഇങ്ങനെയാണ്. അവർക്ക് ഞാൻ എന്നെ സെല്ല് ചെയ്യപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയാൽ എനിക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. നമ്മളെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഇൻട്രോവേർട്സ് ഇടപെടുന്ന സമയത്ത് വളരെ കാമായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ 1-to-1 അവർ നീറ്റായിട്ട് പെരുമാറുന്നത് കാരണം ഒന്ന് സെയിൽസ് നടക്കുന്നത്, രണ്ട് കൺസിസ്റ്റൻസി കൂടുതലും കാണുന്നത് ഈ പറയുന്ന ഇൻട്രോവേർട്സിലാണ്. അതായത് ഫോളോ അപ്സും കൃത്യമായിട്ട് അവരെ മാനേജ് ചെയ്യുന്നതിലും അവരായിരിക്കും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ഇൻട്രോവേർട്സാണ്. പക്ഷേ എക്സ്ട്രോവേർട്സിനും ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ഈ ഒരു ക്ലാരിറ്റി അവർക്കും വന്നു കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റങ്ങളിലും അതുപോലെ തന്നെ പ്രോസസ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരുപാട് പേര് ആ രീതിയിൽ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്ത ആളുകളുണ്ട്. പക്ഷേ ജനറലി ട്രെയിൻഡ് അല്ലാത്ത ഈ ഒരു മാസ് ക്രൗഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രോവേർട്സ് എന്നുള്ളത് ഭയങ്കരമായിട്ട് ഈവൻ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ChatGPT ഇതിൻ്റെ കുറേ കാര്യങ്ങളും കോൺസെപ്റ്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജനറലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും എക്സ്ട്രോവേർട്ട് എന്നായിരുന്നു അവിടെ ChatGPT കാണിച്ച കാര്യം. പക്ഷേ നമ്മുടെ റിയൽ ടൈം എക്സ്പീരിയൻസും നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള സെയിൽസ് ലീഡേഴ്സിൽ നിന്നും കിട്ടിയ ഡാറ്റ വെച്ചിട്ട് ഡെഫിനറ്റ്ലി ഇൻട്രോവേർട്സ്. പക്ഷേ ട്രെയിൻ ആയിക്കഴിഞ്ഞാൽ ആർക്കും ഇതിനെ കൃത്യമായിട്ട് വളരെ സ്ട്രക്ചേർഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്നുള്ളത്. അപ്പോൾ യെസ്, ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുള്ളത്, നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു. ഈവൻ നമുക്കറിയാം, നമ്മുടെ സൗദി കമ്പനിയിൽ തന്നെ ഉള്ള സ്റ്റാഫ് ആളാണെങ്കിലും കംപ്ലീറ്റ്ലി ആ ഒരു പ്രസൻറ്റേഷൻ സ്കില്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ ഒന്നും ഇല്ലാത്ത ഒരാൾ ഒരു മന്ത്ലി ഏറ്റവും കൂടുതൽ സെയിൽസ് അച്ചീവ്മെന്റ്സ് നടത്തുന്ന, കാരണം ആളില് അത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രോസസ് ട്രസ്റ്റ് ചെയ്തു ആൻഡ് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ രണ്ട് വേർഡ്സ് നമുക്ക് തന്നെ റിയൽ ടൈം എക്സ്പോഷർ കിട്ടിയ ഒരു കാര്യം കൂടിയാണ്. നമ്മളോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഹൗ ഹീ ക്യാൻ, എങ്ങനെ ആൾക്ക് സെല് ചെയ്തു. കാരണം സെയിൽസിൽ 3-4 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് വന്നിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത കൈൻഡ് ഓഫ് ടിക്കറ്റ്സും അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഇൻഡസ്ട്രിയൊക്കെ ആകുന്ന സമയത്ത് അവിടെ പ്യോർലി ഇതിനെ ട്രസ്റ്റ് ചെയ്തു, പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തു. അത് കണ്ടിന്യൂസ് ആയിട്ട് ഈവൻ നമുക്കറിയാം ഒരു സെയിൽസ് ടീം മെമ്പറിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുകളിലാണെങ്കിൽ നാളെ അത് താഴെയായിരിക്കും. കാരണം അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫായിരിക്കും എപ്പോഴും അവരുടെ അവർക്ക് എപ്പോഴും മോട്ടിവേഷൻ, മെൻറ്റർഷിപ്പ് ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അതുകൊണ്ട് തന്നെയാണ് അതൊരു പ്രഷറാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അതിന്ന് ആ ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്തിട്ട് ബാക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനെ മാനേജ് ചെയ്യുന്നതും അതിനെ കറക്റ്റ് നോളജ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ അച്ചീവ്മെന്റ്സ് നടത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു ലെസണും കൂടിയാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ജേർണിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ ലെസണും കൂടിയാണ്. എക്സാക്ട്ലി, നമ്മുടെ മൊത്തം ജേർണി നമ്മളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഈ ഒരു സമയത്തായിരുന്നു ശരിക്കും പറഞ്ഞത്. അപ്പോൾ നമുക്ക് പലരെയും ഈ രീതിയിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്തതായിട്ട്. ഈവൻ നമ്മൾ പോലും ആ ഒരു ഡാറ്റ രീതിയിൽ ഏത് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് ആളുകൾ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് നമുക്കും അത് ഒരു റിയലൈസേഷൻ കിട്ടിയത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എസ്പെഷ്യലി സൗദി കേസ് ആവട്ടെ, നമ്മുടെ നേരത്തെ നാട്ടിലുള്ള വെഞ്ചേഴ്സ് ആവട്ടെ, അവിടെയൊക്കെയുള്ള ആളുകളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത്. അപ്പം ഈ പറഞ്ഞതുപോലെ ഈവൻ അവർ സംസാരിക്കുന്ന സമയത്തും ഇൻട്രോവേർട്സ് സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമാണ് കൂടുതൽ സംസാരിക്കുക. അപ്പോൾ പറയുന്ന ഡാറ്റ ക്ലിയർ ആയിരിക്കും. മറ്റേ എക്സ്ട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ബ്ലാ ബ്ലാ ബ്ലാ, അപ്പം പറയുന്നതിൽ തന്നെ ചിലപ്പം ഒരു കാര്യം തെറ്റിയാൽ പോലും ഈ പറയുന്ന വാങ്ങാൻ വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഈ പറയുന്നത് പോലെ എല്ലാത്തിലും ഒരു ക്ലാരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ അറിയാതെ പറയുന്നു എന്നുള്ള സാഹചര്യങ്ങൾ വരുന്നതും അതിൻ്റെ ഒരു കാരണം ആയിട്ട് പറയാം. അതിന് ഡീപ്പായിട്ട് ഓരോ ഏരിയയിലേക്കും പോവുകയാണെങ്കിൽ. യെസ്, ഇങ്ങനത്തെ പീപ്പിളിലും ഏറ്റവും കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് അവർ ലെസ്സായിട്ട് ടോക്ക് ചെയ്യുക. നമുക്കറിയാം സെയിൽസിൻ്റെ ഒരു സൈക്കോളജി പണ്ട് പല ട്രെയിനിങ്സിലും പല വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയൊരു കാര്യമാണ്. നമ്മൾ സെയിൽസ് ചെയ്യുന്ന സമയത്ത് 80% അവരെ കൊണ്ട് സംസാരിപ്പിക്കണം എന്ന് പറയാറുണ്ടായിരുന്നു. 20% നമ്മൾ ക്ലോസിങ്ങിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയാറുള്ളത്. എപ്പോഴും നമ്മൾ പണ്ട് പല ആൾക്കാരും ഫോൺ എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് പുഷ് ചെയ്ത് ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് സെല് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോഴും പല ആൾക്കാരും റോങ് കൺസെപ്ഷൻ പോലെ എടുത്തിട്ടുള്ളത്. കാരണം അവർ ലാക്ക് ഓഫ് ട്രെയിനിങ് തന്നെയാണ്.
അപ്പോൾ അങ്ങനെ ഒരു മോഡൽ ഇപ്പോൾ നമുക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേ ഓഫ് വർക്കിംഗ് ശരിക്കും ഇൻട്രോവേർട്സിന് നന്നായിട്ട് എന്ത് ചെയ്താൽ പറ്റിയിട്ടുണ്ട്, ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവർ കുറഞ്ഞ രീതിയിലേ സംസാരിക്കുള്ളൂ, റിസൾട്ടിനെയാണ് അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ബട്ട് ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ അല്ല ഇത് ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ടും കൃത്യമായിട്ട് അതിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആരും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടുള്ള മേജർ ഒരു പ്രോബ്ലം ആയിട്ടാണ് കാണുന്നത്. ഇത് ആർക്കും ചെയ്യാം, ഏത് രീതിയിലുള്ള ആളുകൾക്കും. ഇത് എന്താണ് ഇതിൻ്റെ അവയർനെസ് ഉണ്ടെങ്കിൽ, എന്താണ് ഒരു മനുഷ്യൻ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ അവരുടെ സൈക്കോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുന്നതോട് കൂടിയിട്ട് ആ രീതിയിൽ ഒന്ന് നമ്മളുടെ സ്റ്റൈലിനെ മാറ്റുന്നതോട് കൂടിയിട്ട് ആർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നല്ല വശം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ തന്നെ ഞാൻ നമ്മൾ ഡെഫിനറ്റ്ലി ഇപ്പം ഈ ഒരു സെയിൽസ് ടീമിനെ ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ആളുകൾക്ക് അതിന് വേണ്ട ഒരു സൊല്യൂഷൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു വർക്ക് സ്പേസ്, അതിൽ പല രീതിയിലുള്ള സൊല്യൂഷൻസും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓഡിയൻസിന് പറയാൻ തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു എക്കോസിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഡോജോക്സ് സെയിൽസ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് ഫ്ലോറ് നമ്മൾ പുറത്തുള്ള കമ്പനീസിൻ്റെ സെയിൽസ് ടീമിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയർസായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കോർ ആക്റ്റീവ് എന്താണ് നമുക്കറിയാം. ഒരു കോവർക്കിംഗ് സ്പേസിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസിൻ്റെ അപ്പുറത്തേക്ക് കൂടുതലും അവർക്ക് വീക്ക്ലി ട്രെയിനിങ്സ് ആയിട്ടും 24 hours അല്ലെങ്കിൽ അവർ എപ്പോഴൊക്കെ നമ്മുടെ സ്പേസസിലുണ്ട് അവർക്ക് ആ സമയത്തൊക്കെ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും നമ്മുടെ എക്സ്പേർട്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെയിൽസ് ടീം എല്ലാ ദിവസവും ഒന്നും മോട്ടിവേറ്റഡ് ആയിരിക്കില്ല. ഇന്ന് സെയിൽ ഉണ്ടാവില്ല, മേ ബി 1 week സെയിൽ ഉണ്ടാവില്ല, 1 month സെയിൽ ഉണ്ടാവില്ല. എനിക്ക് ഓർമ്മയുണ്ട് നമ്മളൊക്കെ ആദ്യത്തെ ഒരു 5 മാസം ഒരു സെയിലില്ലാതെ നടന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിലൂടെ ഒരു ആളുടെ ജേണി പോകണമെന്നുണ്ടെങ്കിൽ അവർ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കണം, അവർക്ക് കണ്ടിന്യൂസ് മോട്ടിവേഷൻ കിട്ടണം, ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് അതിനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്കോസിസ്റ്റമാണ് നമ്മൾ ഈ ഒരു സെയിൽസ് സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾമോസ്റ്റ് ആ ചെയർസിൽ വരുന്ന ആൾക്കാർക്ക് ഒരു കണ്ടിന്യൂസ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, മോട്ടിവേഷൻ സപ്പോർട്ട്, അതേപോലെ തന്നെ അവർക്ക് എക്സ്പേർട്സിൻ്റെ സെഷൻസിൽ പങ്കെടുക്കാനും, അതേപോലെ തന്നെ ഒരുപാട് ടൂൾസുകൾ നമുക്കറിയാം. ഇന്നിപ്പോൾ AI വന്നതോടുകൂടി തന്നെ മാർക്കറ്റിങ്ങിലും സെയിൽസിലൊക്കെ ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. അവർക്ക് ഒരുപാട് വർക്ക്സുകൾ സ്മൂത്താക്കാൻ പറ്റുന്ന രൂപത്തിൽ. സോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്സുകൾ അവർക്ക് കണ്ടിന്യൂസ് സപ്പോർട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ മോട്ടീവായിട്ട് വെച്ചിട്ടുള്ളൊരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്, കാരണം നമ്മുടെ സ്റ്റുഡൻസ് ഓഫ് കോഴ്സ് സെയിൽസ് പഠിച്ചു വരുന്ന സ്റ്റുഡൻസാണ്. ഈ കമ്പനീസിന് അവരെ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻറ്റേൺസ് ആയിട്ടും അല്ലെങ്കിൽ അവരുടെ കമ്പനി തന്നെ പ്ലേസ്ഡ് ആക്കാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസിൻ്റെ കൂടെ തന്നെ ഒരു ലേണിംഗ് എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. സ്റ്റുഡൻസിന് ഒരു എക്സ്പോഷർ ഒരു സൈഡിൽ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വേണ്ട രീതിയിലുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് സ്റ്റുഡൻസിനെ മാറ്റാനും പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനൊരു എക്കോസിസ്റ്റം മാത്രമല്ല, നമ്മുടെ ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഇതേപോലെ തന്നെ മറ്റൊരു ഫ്ലോറ് അവർക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫ്ലോറാണ്. കാരണം അവിടെ കഫ്റ്റീരിയ, അവർക്ക് ഈ പറഞ്ഞതുപോലെ ഗെയിംസ്, ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന റൂംസുകൾ, അങ്ങനത്തെ രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റേഷനും കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്പേസും കൂടി ആയിരിക്കും സെയിൽസ് സ്പേസ് എന്ന് പറയുന്ന സമയത്ത്. അവർ എന്തായാലും അവരൊരു സീറ്റിലിരിക്കുന്ന സമയത്ത് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അവരൊന്ന് റിഫ്രഷ് ചെയ്ത് വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം പല കമ്പനീസിലും സെയിൽസ് മെമ്പേഴ്സ് എന്ന് പറയുമ്പം അവരൊരു കോമൺലി ഇരിക്കുകയാണെങ്കിൽ അവരൊരു കോൾ എടുക്കുന്ന സമയത്ത് പുറത്ത് പോയിട്ട് ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് വിളിക്കുന്നൊരു സാഹചര്യമുണ്ട്. കാരണം മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ മേ ബി മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റാഫ് അല്ലെങ്കിൽ അഡ്മിൻ സ്റ്റാഫ് അവരോടൊക്കെ കൂടെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവാം, അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരെ മുന്നിൽ നിന്ന് വിളിക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. അവർ നേരെ ഫോണുമായിട്ട് പുറത്ത് പോകുന്നു, വിളിക്കുന്നു, തിരിച്ചു വരുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഫ്ലോറിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും സെയിൽസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഈ ഫ്ലോർ എല്ലാ ദിവസവും നമുക്ക് സെയിൽസിനെ എൻജോയ് ചെയ്യാനും സെയിൽസിനെ സെലിബ്രേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഫ്ലോറാക്കി മാറ്റണം എന്നുള്ളതാണ്. കാരണം നമുക്കിന്ന് ഒരുപാട് വീഡിയോസ് ഇന്ന് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമുക്ക് റിയലായിട്ട് കാണാൻ പറ്റുമായിരുന്നു. സെയിൽസിനെ എൻജോയ് ചെയ്യുന്ന ഒരു ഫ്ലോസ്, ആ ഫ്ലോർ കംപ്ലീറ്റ്ലി ആര് സെയിൽസ് നടത്തി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എൻജോയ് ചെയ്യുന്നു, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു.
സോ അങ്ങനെ ഒരു എക്കോസിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെയിൽസ് സ്പേസിലൂടെ നമ്മൾ. ഇത് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന വിഷ്വലൈസ് ഇത് പറയണം, വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് ആ മൂവിയിലുണ്ടായിരുന്നൊരു ഫ്ലോർ, ഐ മീൻ അതാണ് നമ്മൾ കൊണ്ടുവരുന്നൊരു ഫ്ലോർ എന്നുള്ളത്. പിന്നെ ഡെഫിനറ്റ്ലി ഒരു കമ്പനിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക കമ്പനിയുടെ വലിയൊരു പെർസെൻറ്റേജും കൂടുതലും സെയിൽസ് ടീം ഉണ്ടായിരിക്കും. പക്ഷേ ഈ സെയിൽസ് ടീമിനും മറ്റുള്ള ടീം മെമ്പേഴ്സിനും വേണ്ട ഒരു കൾച്ചറും മറ്റും എല്ലാം തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം അതിന് ശരിക്കും സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കമ്പനികൾക്ക് പോസിബിൾ അല്ല. അപ്പോൾ അതിന് വേണ്ടൊരു ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ അതിന് വേണ്ടൊരു ഫ്ലോറിനെ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് കണ്ടെത്തുകയും അതിൽ വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ എക്കോസിസ്റ്റവും കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെൻറ്റർഷിപ്പ് പറഞ്ഞു, അതുപോലെ തന്നെ പിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന മെക്കാനിസം പറഞ്ഞു. അതുകൂടാതെ ആഡ് ഓൺ ആയിട്ട് ഈവൻ അവർക്ക് അവരുടെ പ്രോസസ്സിനെ ട്രാക്ക് ചെയ്യേണ്ട സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കാൻ അതിനുള്ളൊരു രീതി കൊണ്ടുവരുന്നുണ്ട്. കൂടാതെ പിന്നെ നമ്മുടെ അവർക്ക് CRMO അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന് വേണ്ട സിസ്റ്റം സെറ്റപ്പുകളോ മറ്റോ വേണ്ടതുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപാട് കമ്പനികൾ നമുക്കറിയാം ഈ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം അത്തരം കമ്പനികൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അവരുടെ പിന്നെ സെയിൽസ് ടീമിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ കൃത്യമായിട്ടുള്ള പ്രോസസ്സിനെ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സെപ്പറേറ്റ് ഔട്ട്സോഴ്സ്ഡ്, അതിനെ ഫോക്കസ്ഡ് ആയിട്ട് അതിനെ ഓവർവ്യൂ അല്ലെങ്കിൽ അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉള്ള ഒരു ഫ്ലോർ എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഇത് കമ്പനികളോട് നമുക്ക് അറിയിക്കുക എന്നുള്ളതും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു സാധ്യത നോക്കുന്ന ഒരുപാട് ഈവൻ 2 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇത്തരത്തിലുള്ളൊരു സാധ്യത നമ്മുടെ ഒരു വെഞ്ചറിന് വേണ്ടിയിട്ട് നാട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതായത് പിന്നെ ഒരു സാധാ സ്പേസിലേക്ക്, ഒരു വർക്ക് സ്പേസിലേക്ക് കൊണ്ടുപോയിടുന്ന സമയത്ത്, ഒരു കോവർക്കിംഗ് മോഡലുള്ള സ്പേസിലേക്ക് കൊണ്ടുപോയിടുന്ന സമയത്ത് അവർ അവിടേക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അവർക്ക് അതിന് വേണ്ട വേറെ ഒന്നും കിട്ടുന്നില്ല, ഒരു എക്കോസിസ്റ്റം ഇല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റത്തിലേക്ക് വരിക എന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയിൽ നിൽക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി വേണമെങ്കിൽ പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു മെക്കാനിസവും കൊണ്ടുവരാൻ പറ്റും എന്നുള്ള നമ്മളുടെ ഒരു പിന്നെ തീർച്ചയായിട്ടും മോഡൽ നമുക്ക് കമ്പനിയിലേക്ക് എന്തായാലും നമ്മൾ കൃത്യമായിട്ട് കൺവേ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന സെയിൽസ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു മെക്കാനിസം അത് നമുക്ക് നെക്സ്റ്റ് പോഡ്കാസ്റ്റിലൊക്കെ ആയിട്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ സെയിൽസിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു അപ്സ്കില്ലിങ് ചെയ്തിട്ട് ആ ഒരു സെയിൽസ് ലീഡർഷിപ്പിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഒരു പിന്നെ കാര്യങ്ങളും പഠിപ്പിക്കാവുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ തോന്നും. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റിയതിൽ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ എന്താണ് നമ്മൾ ഉള്ളുകൊണ്ട് നമ്മൾ മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റി എന്നുള്ളതാണ്. ഇനി അപ്കമിങ് പോഡ്കാസ്റ്റിലേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, കാരണം ഇതിൻ്റെ ഓരോ ജേണിയും അത് ഈവൻ നമ്മുടെ ഐഡിയാസും അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് ഡോജോക്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും ഇത് കണ്ട എല്ലാവർക്കും നന്ദി. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.